പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദിനി സൂര്യയോട് ചോദിക്കാണ്, വേദ മേഡം വരാൻ കാരണം എന്താണ് സാർ എന്ന് ചോദിക്കുമ്പോൾ സൂര്യ പറയാണ്, ഞാനും വേദയും തമ്മിൽ അങ്ങനെയാണ് കരാറ്, അതുകൊണ്ടാണ് വേദ ഇവിടേക്ക് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ എല്ലാ കാര്യങ്ങളും വിശദമായി നന്ദിനിക്ക് മുന്നിൽ പറയുകയാണ്. വേദ മൊബൈൽ നോക്കിയിരിക്കുന്ന സമയത്ത് വേദയുടെ റൂമിലേക്ക് സൂര്യ ചെന്നിട്ട് പറയാണ്, നീ പെട്ടെന്ന് റെഡിയാവും, നമുക്കൊന്ന് പുറത്തു പോവാം, നമുക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്, അന്ന് നിന്റെ ബർത്ത്ഡേയുടെ അന്ന് ഇവിടേക്ക് വന്നില്ലേ ആ തരുൺ, അവന്റെ വീട്ടിലേക്കാണെന്ന് പറയും. വേദ പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാണ്. ഇതിനാണ് അവന്റെ വീട്ടിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല നീ അന്ന് പറഞ്ഞത് ബർത്ത്ഡേയുടെ അന്ന് തരുൺ ഇവിടേക്ക് വന്നത് നിനക്കൊരു മനസ്സറിവുമില്ല എന്നല്ലേ, അവനായിട്ട് ഇവിടേക്ക് വന്നതാണെന്നല്ലേ നീ പറഞ്ഞത്, അപ്പോ ഇക്കാര്യം അവന്റെ വീട്ടുകാരെ ഒന്ന് നേരിട്ട് പറയണം, നേരിട്ട് അവരോട് അറിയിക്കണം എന്ന് പറയുമ്പോൾ, അല്ല ആ പ്രശ്നം അതോടുകൂടി അവസാനിച്ചതല്ലേ, പിന്നെ എന്തിനാ വീണ്ടും ആ പ്രശ്നം എടുത്തിടുന്നത്? സൂര്യ പറയണ, ആ പ്രശ്നം എനിക്ക് അവസാനിച്ചിട്ടില്ലല്ലോ, ഞാൻ അത് അവസാനിപ്പിച്ചിട്ടില്ല, നിന്റെ അനുവാദമില്ലാതെയല്ലേ അവൻ ഈ വീട്ടിലേക്ക് കയറിയത്, അപ്പോൾ അവന്റെ അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് അവന്റെ കൈയും കാലും ഞാൻ തല്ലിയൊടിക്കും, എന്നിട്ട് അവനെ തൂക്കിയെടുത്ത് ഞാൻ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോകും, അതിനാണ് എന്നോടൊപ്പം വരാൻ വേണ്ടി പറഞ്ഞത് എന്ന് പറയുമ്പോൾ വേദ പെട്ടെന്ന് അങ്ങ് പേടിച്ചു പോവാണ്. എന്നോടല്ലേ വരാൻ പറഞ്ഞത് എന്ന് ഒച്ചയെടുത്ത് പറയുമ്പോൾ വേദ പറയണേ, ഏട്ടാ അവിടേക്ക് പോവേണ്ട, തരുൺ അന്ന് ഇവിടേക്ക് വരുമെന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞതോടുകൂടി, അങ്ങനെയല്ലല്ലോ നീ അന്ന് പറഞ്ഞത്, അവൻ എങ്ങനെയാണ് വീടിനകത്തേക്ക് കയറിയത് എന്ന് പോലും നിനക്കറിയില്ല എന്നല്ലേ നീ പറഞ്ഞത്, ഞാൻ എന്തായാലും ഇക്കാര്യം അച്ഛനോടും അമ്മയോടും പറയാൻ പോവാണ്, പിന്നെ അന്ന് അമ്മ നല്ലോണം വിശ്വസിച്ചതല്ലേ നന്ദിനിയാണ് തെറ്റുകാരി എന്നല്ലേ പത്മ മേഡം കരുതിയത്, അപ്പോ എന്തായാലും ഇക്കാര്യം എനിക്ക് പറഞ്ഞേ തീരൂ ഏട്ടാ, പ്ലീസ് അച്ഛനോടും അമ്മയോടും ഇക്കാര്യം പറയരുത്, ഞാൻ ഒരിക്കലും ഇനി ഈ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല, ഏട്ടൻ എന്നെ ഒന്ന് വിശ്വസിക്കേ എന്ന് പറയുമ്പോൾ സൂര്യ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നന്ദിനിയുടെ വീട്ടിലേക്ക് നീ ഓണം കൂടാൻ വരുന്നോ? ഞാൻ നിനക്കന്ന് കോളേജിൽ ഫംഗ്ഷൻ ഉണ്ടെന്ന് എനിക്കറിയാം, അത് കഴിഞ്ഞിട്ട് നീ അങ്ങ് നന്ദിനിയുടെ വീട്ടിലെത്തണം, അച്ഛനും എന്തായാലും അവിടെ ഉണ്ടാവും, അപ്പൊ പിന്നെ നിനക്ക് ഒരു നാണവും തോന്നാത്ത രീതിയിൽ തന്നെ അവിടെ വന്ന് ഓണം ആഘോഷിക്കാം. ഓ വേദ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് കാണുമ്പോൾ സൂര്യ പറയാണ്, അല്ല നീ നന്നായിട്ട് ആലോചിച്ചിട്ട് മതി, ഏട്ടന് ഒരു തിടുക്കവുമില്ല എന്ന് പറഞ്ഞിട്ടാണ് സൂര്യ അവിടെ നിന്നും പോകുന്നത്. ഓ വേദ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഏട്ടൻ പറയുന്നത് അനുസരിക്കുന്നതാണ് നല്ലത്, അല്ല എന്നുണ്ടെങ്കിൽ ഏട്ടൻ ഇക്കാര്യം അച്ഛനോടും അമ്മയോടും പറയും, അതിലും ഭേദം ഇത് തന്നെയാണ്, നന്ദിനിയുടെ വീട്ടിൽ പോയി ഓണം ആഘോഷിക്കാം എന്ന് വേദയും തീരുമാനിക്കാണ്ടോ. അങ്ങനെ ഇക്കാര്യം സൂര്യ നന്ദിനിയോട് പറഞ്ഞപ്പോൾ അത്രയൊന്നും വേണ്ടിയിരുന്നില്ല സാർ. സൂര്യ പറയണേ, ആക്രമിക്കാൻ വരുന്നവരോട് ഒരു കോംപ്രമൈസിനും ഞാൻ ഒരുക്കമല്ല, തിരിച്ച് അങ്ങോട്ടും അതുപോലെ ആക്രമിക്കണം, സത്യത്തിൽ അവൾ എന്തിനാണ് നിന്നോടും നിന്റെ വീട്ടുകാരോടും ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്, അതിന് അവൾക്ക് ഒരു ഉത്തരവുമില്ലല്ലോ, നിങ്ങൾ ആരെങ്കിലും അവളെ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, എന്നിട്ടും അവൾ അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചേച്ചിയുടെ കൂടെ അവൾ നിൽക്കുകയാണ്, അതിന് അവൾ ഇന്ന് ഇവിടെ ഓണം ആഘോഷിക്കട്ടെ. ഇതറിയുമ്പോഴേ പത്മ മേഡത്തിന് വല്ലാത്തൊരു വെപ്രാളം ഉണ്ടാവും, അത് എനിക്കൊന്ന് കാണണം എന്ന് പറയുമ്പോൾ നന്ദിനി പറയണേ, എങ്ങനെ പോയാലും സാറിന് പത്മ മേഡത്തെ തോൽപ്പിക്കണം, ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, ഇതാണോ സന്തോഷം? അപ്പോൾ സൂര്യ പറയണ, സന്തോഷമൊക്കെ എനിക്കുമുണ്ട്, ഇപ്പൊ എനിക്ക് ചില സന്തോഷങ്ങളൊക്കെ ഉണ്ട്, അതാണ് എനിക്കിപ്പോൾ ഈ കുടുംബം, ഇവരുടെ ഈ സ്നേഹം, ഇവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന് പറയട്ടോ. അങ്ങനെ സൂര്യ ആ പറയുന്ന വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നന്ദിനിക്കും ഒരുപാട് സന്തോഷമാവാണ്. ഈ സമയമാണെങ്കിലോ പത്മ ഇങ്ങനെ വെപ്രാളം പിടിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം, ഇവരാരും എന്താ എത്താത്തത്, ഇവർക്ക് പുറത്തു പോയ പിന്നെ വീടിനെ കുറിച്ച് ഒരു ചിന്തയുമില്ല, ഞാനിവിടെ തനിച്ചാണെന്നുള്ള ഒരു ബോധവുമില്ല രണ്ടു പേർക്കും എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് പത്മ നടക്കുന്നത്. എന്നിട്ട് പത്മ ഫോണിലേക്ക് വിളിക്കുകയാണ്, അപ്പോൾ അവരുടെ ഫോണിലേക്ക് വിളിക്കുമ്പോഴും കിട്ടുന്നില്ല. ഈ സമയം സൂര്യയും യതീന്ദ്രനും നന്ദിനിയുടെ വീട്ടിൽ നല്ല സന്തോഷത്തിലാണ്, ചെറുപ്പത്തിൽ കഴിഞ്ഞു പോയ ഓണത്തിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കേൾക്കാൻ വേദക്കും നല്ല താല്പര്യത്തോട് കൂടിയിട്ട് ഓരോന്നായി ചോദിച്ചറിയുകയാണ് കേട്ടോ. അങ്ങനെയാണ് സൂര്യ ചോദിക്കുന്നത്, അല്ല അച്ഛൻ്റെ ചെറുപ്പത്തിൽ വല്ല പ്രണയവും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയണേ, പ്രണയം ഉണ്ടാവും, എന്തായാലും കുറേ പെൺകുട്ടികളൊക്കെ സാറിനെ നോക്കിയിട്ടുണ്ടാവും, സാറ് നല്ല സുന്ദരനല്ലേ എന്ന് പറയുമ്പോൾ യതീന്ദ്രൻ പറയണേ, ഞാനങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല, എനിക്ക് ആരോടും അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല എന്ന് പറയുമ്പോൾ സൂര്യ പറയണ, അച്ഛൻ അന്ന് തന്നെ ഒരു കൊള്ളാവുന്ന നല്ലൊരു പെൺകുട്ടിയെ പ്രേമിച്ച് വിവാഹം കഴിക്കാമായിരുന്നില്ലേ, എങ്കിൽ പിന്നെ അമ്മയെ എങ്ങനെ സഹിക്കേണ്ടിയിരുന്നില്ലല്ലോ, പത്മ മേഡത്തിൽ നിന്നും അച്ഛന് രക്ഷപ്പെടാമായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ യതീന്ദ്രൻ പറയണ, മതി എടാ, നീ എന്തു പറഞ്ഞാലും അവസാനം അവിടെ തന്നെയാണ് കൊണ്ടെത്തിക്കുക എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഇനി ഫ്ലാഷ് ബാക്ക് ഒക്കെ അവസാനിപ്പിച്ചേക്ക്, നീ ആരും കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട സുദേവ, നീ ഇനി ഓരോന്ന് പറഞ്ഞ് കുത്തിപ്പൊക്കിക്കൊണ്ട് വരേണ്ടട്ടോ എന്ന് പറയണ്. ഇല്ല സാറേ, ഞാൻ ഇനി ഒന്നും പറയാൻ പോകുന്നില്ല എന്ന് പറയണ്. അപ്പോഴത്തേക്കും അവിടേക്ക് ഇന്ദ്രജയും വിജയനും കൂടി വരികയാണ്. അവരെ കണ്ടപ്പോൾ നന്ദിനിയും വീട്ടുകാരൊക്കെ അതിശയിച്ച് നിൽക്കാണ്ടോ, ഇതിപ്പോൾ എന്ത് അത്ഭുതമാണ് ഈ സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഇന്ദ്രജ മേഡവും വിജയൻ സാറും കൂടി
വേണ്ടി വരുന്നത് എന്നുള്ള ഭാവത്തിലാണ് അവരൊക്കെ നോക്കുന്നത്. അപ്പോൾ വേദയ്ക്കും സൂര്യയ്ക്കും കാര്യം അറിയാം എന്താണെന്നുള്ളത്. അപ്പോൾ സൂര്യയാണെങ്കിൽ ഒരു പുഞ്ചിരിയോട് കൂടി ഞാൻ വിചാരിച്ചതുപോലെ തന്നെ എല്ലാം നടക്കുന്നു എന്നുള്ള ഭാവത്തിലാണ് സൂര്യ ഇരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇന്ദ്രജ പ്രിയങ്കയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് പറയണ ഹാപ്പി ഓണം എന്ന് പറഞ്ഞ് സമ്മാനം കൊടുക്കുകയാണ്. അപ്പോൾ അത് വാങ്ങിക്കാൻ തന്നെ കൂട്ടാക്കാതെയാണ് പ്രിയങ്ക നിൽക്കുന്നത്. അപ്പോൾ സൂര്യ പറയണ വാങ്ങിച്ച മോളെ എന്ന് പറയട്ടോ. അപ്പോൾ ഇന്ദ്രജ ആ സമ്മാനം കൊടുക്കുമ്പോൾ പറയണ ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വാങ്ങിയതാണ്, ഓണമല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും വിജയൻ കാർത്തികയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണ ഇനി ഞാനായിട്ട് നിനക്കൊരു സമ്മാനം തരാതിരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കാർത്തികയ്ക്കും സമ്മാനം കൊടുക്കുന്നത്. എന്നിട്ട് വിജയൻ പറയണ ഇതിലുള്ളത് സ്വീറ്റ്സ് ആണ്, എല്ലാവർക്കും കൊടുക്ക് എന്ന് പറഞ്ഞ് അവർക്ക് എല്ലാവർക്കും അതിൽ നിന്നും ലഡു എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും അത് കഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇന്ദ്രജ പറയണ ഡാഡി ഞങ്ങളോട് ഇന്നലെ ഇവിടേക്ക് ഓണം ആഘോഷിക്കാൻ വേണ്ടി വരാൻ പറഞ്ഞതിനെ കുറിച്ച് ഞങ്ങൾ കുറച്ച് മോശമായിട്ടാണ് ഡാഡിയോട് പെരുമാറിയത്. പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോൾ തോന്നി ഇവരിപ്പോൾ ഇവിടെ ആദ്യമല്ലേ, അപ്പോൾ ഇവർക്ക് ആരെയും പരിചയമൊന്നുമില്ലല്ലോ, അപ്പോൾ ഇവിടെ തന്നെ വന്ന് ഓണം ആഘോഷിക്കാം എന്നുള്ളത് പിന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത് എന്നൊക്കെ പറയുമ്പോൾ സൂര്യ കളിയാക്കിയിട്ടാണ് അവരെ നോക്കുന്നത്. അപ്പോൾ യതീന്ദ്രന് കാര്യം മനസ്സിലാവാണ്, സൂര്യ എന്തോ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് വേദയും ഇന്ദ്രജയും വിജയനും കൂടി ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാവാണ്. അപ്പോൾ വിജയൻ പറയണേ ഞാൻ വന്നത് അതിനൊന്നുമല്ല, അന്ന് നന്ദിനിയുടെ വീട്ടിൽ വന്നപ്പോൾ മുത്തശ്ശി ഉണ്ടാക്കി തന്നില്ലേ ഭക്ഷണങ്ങൾ, അതിൻ്റെയൊക്കെ രുചി ഇപ്പോഴും നാവിൽ തന്നെ ഉണ്ട്, ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശിയൊക്കെ ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയോട് വിജയൻ ചോദിക്കുകയാണ് അല്ല ഭക്ഷണമൊക്കെ റെഡിയല്ലേ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ ഒക്കെ റെഡിയാണോ, നമുക്കിനി കഴിച്ചാൽ മാത്രം മതി. സൂര്യ പറയണേ ഇന്നത്തെ ഓണം സമ്പൂർണ്ണമായിട്ടുണ്ട്, ഇനിയിപ്പോൾ ഇവിടേക്ക് പത്മ മേഡം മാത്രമാണ് വരാനുള്ളത്, അതിപ്പോൾ അടുത്ത ഓണത്തിന് ഉറപ്പായും നന്ദിനിയുടെ വീട്ടിലേക്ക് പത്മ മേഡത്തിനെ കൂടി വരുത്തണം എന്ന് പറയുന്ന സമയത്ത് നന്ദിനി അപ്പോൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് സൂര്യ എന്ന് മനസ്സിലാക്കണം. സൂര്യ നന്ദിനിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് എങ്ങനെയാണ് വേനും ഇന്ദ്രജയും വന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ സൂര്യ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിജയനും ഇന്ദ്രജയും സൂര്യയുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ് കമ്പനിയിൽ നിന്നും വിജയേട്ടനെ പുറത്താക്കിയോ സൂര്യ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള അധികാരം എനിക്കുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് വിജയൻ ചോദിക്കുമ്പോൾ കമ്പനിക്ക് വിരുദ്ധമായി പെരുമാറി കമ്പനിയുടെ രഹസ്യങ്ങൾ ഏറ്റവും വലിയ ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുത്തു, ഇത്രയും പോരെ വിജയൻ അളിയനെ പുറത്താക്കാൻ എന്നങ്ങ് ചോദിച്ചതോടുകൂടി അവര് രണ്ടുപേരും അങ്ങ് പതറുകയാണ് കേട്ടോ. എന്നിട്ട് സൂര്യ പറയണേ ഇനി അത് മാത്രമല്ല അളിയനെതിരെ ഞാൻ ഒരു പോലീസ് കേസ് കൂടി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി വിജയൻ അങ്ങ് പേടിച്ചു പോവാണ്. എന്തിന് എന്ന് ചോദിക്കുമ്പോൾ കമ്പനിയിൽ നിന്ന് പല തവണയായിട്ട് വെട്ടിപ്പും തട്ടിപ്പും നടത്തിയതിന് എന്ന് പറയുമ്പോൾ മമ്മിയുടെ കൂടി അനുവാദം വേണമല്ലോ എന്ന് പറയുമ്പോൾ ഒരാളുടെയും അനുവാദം എനിക്ക് വേണ്ട, എൻ്റെ കമ്പനിയിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയതിന് ഞാൻ എന്തായാലും പോലീസ് കേസ് കൊടുക്കും, പിന്നെ നാളെ ഞാൻ എന്തായാലും നല്ല ബിസി ആയിരിക്കും, ഓണമായതുകൊണ്ട് നന്ദിനിയുടെ വീട്ടിലായിരിക്കും ഫുൾ ടൈം ഉണ്ടാവുക, അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്ദിനിയുടെ വീട്ടിലേക്ക് വരാം, പിന്നെ ഒരു കാര്യം നിങ്ങൾ ആക്ഷേപിച്ചവരാണ്, ഭിക്ഷക്കാരുടെ കൂടെ പോലും ഇരിക്കാൻ യോഗ്യതയില്ലാത്തവരാണ് എന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞത്, അതുകൊണ്ട് നല്ലോണം ആലോചിച്ചിട്ട് മാത്രം മതി നന്ദിനിയുടെ വീട്ടിലേക്ക് വരല്, അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ എന്തായാലും അളിയനെതിരെ കേസ് കൊടുക്കാൻ പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾ തന്നെ നല്ലോണം ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് നന്ദിനിയുടെ വീട്ടിലേക്ക് എന്നെ കണ്ട് സംസാരിക്കാൻ വരണോ അതോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം, ഞാൻ എന്തായാലും നിർബന്ധിക്കുന്നൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു അർത്ഥം വെച്ച പോലെയാണ് സൂര്യ സംസാരിച്ചിട്ട് പോകുന്നത്. അത് കേട്ട ഉടനെ തന്നെ വിജയനും ഇന്ദ്രജിക്കും കാര്യം മനസ്സിലാവണം. അപ്പോൾ ഇതൊക്കെ കേട്ട നന്ദിനി പറയാണ് സാറ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്, ഇതുകൊണ്ടൊക്കെ ഇനിയിപ്പോൾ ഞാനല്ലേ അനുഭവിക്കാൻ പോകുന്നത്, എന്നോടാവും ഇനി പത്മ മാഡം ദേഷ്യപ്പെടുന്നത് എന്ന് പറയുമ്പോൾ സൂര്യ പറയണ അതിന് നീയല്ലല്ലോ ഇതൊന്നും ചെയ്തത്, ഞാനല്ലേ, അപ്പോൾ എന്നോടല്ലേ ഇതൊക്കെ ചോദിക്കുക, അപ്പോൾ നമുക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് അങ്ങ് അനുഭവിക്കാൻ വേണ്ടി പെണ്ണേ എന്ന് പറയാണ്. അപ്പോൾ നന്ദിനി പറയാണ് സാറ് വല്ലാത്തൊരാൾ തന്നെയാണ്, സാറ് സ്നേഹിക്കാൻ തുടങ്ങിയാലേ സാറ് ഒരു ഭയങ്കരം തന്നെയാണെന്ന് പറയുമ്പോൾ സൂര്യ അങ്ങ് പൊട്ടിച്ചിരിച്ചോണ്ട് പറയാണ് അങ്ങനെയാണോ ഞാൻ എന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടു കൂടി ഓണത്തെക്കുറിച്ച് പറയണേ. ഇപ്പോൾ എത്ര കാശ് കൊടുത്താലും ഇതുപോലെയുള്ള ഒരു ഓണം സന്തോഷകരമായിട്ട് നമുക്ക് നിൻ്റെ അച്ഛനോ മുത്തശ്ശിക്കോ ഒന്നും കൊടുക്കാൻ കഴിയില്ലല്ലോ, നമ്മൾ രണ്ടുപേരും കൂടി വന്നാൽ മാത്രം പോരാ, എല്ലാവരും കൂടി ആകുമ്പോൾ അതൊരു കളറായില്ലേ, അപ്പോൾ അവർക്ക് അവരുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു സന്തോഷം നോക്ക്, അതല്ലേ നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂര്യ നന്ദിനിയോട് സംസാരിക്കുന്നത്. എന്നിട്ട് നന്ദിനിയോട് പറയണേ നീ എന്തായാലും നിൻ്റെ നാത്തുമാർക്ക് എന്താണ് വേണ്ടത് എന്ന് നീ ഒന്ന് പോയി അന്വേഷിക്ക്, ഞാൻ എന്തായാലും എനിക്കൊരു കോള് ചെയ്യാനുണ്ട്, ഞാൻ കോൾ വിളിച്ച ശേഷം അകത്തേക്ക് വരാം എന്ന് പറഞ്ഞ് പത്മയ്ക്ക് ഫോൺ വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ് എന്തൊക്കെയാണ് തറവാട്ടിലെ ഓണവിശേഷങ്ങൾ, പോയില്ല അല്ലേ എന്ന് പറഞ്ഞപ്പോൾ
പത്മ അങ്ങ് നെടുവീർപ്പിട്ടുകൊണ്ട് പറയുകയാണ്, ഇല്ല പോയില്ല. അപ്പോൾ സൂര്യ പറയണേ, ചേച്ചിയും ഭർത്താവും വേദയൊക്കെ നല്ല ഓണത്തിന്റെ മൂഡിലാണെന്ന് പറയുമ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടാണ് പോയത് എന്ന് പറയും. ഏയ് പറയാൻ സാധ്യതയില്ലല്ലോ, അത് നീ അങ്ങ് തീരുമാനിച്ച മതിയോ, അവരെന്നോട് പറഞ്ഞ് അനുവാദം ചോദിച്ചിട്ട് തന്നെയാണ് പോയത് എന്ന് പറയുമ്പോൾ സൂര്യ പറയണേ, നന്ദിനിയുടെ വീട്ടുകാരോടൊപ്പം ഓണം ആഘോഷിക്കാൻ പോരുന്നു എന്നാണോ പറഞ്ഞത് എന്നങ്ങ് കേട്ടതോടുകൂടി പത്മ അങ്ങ് ഞെട്ടിപ്പോവാണ്. അവരൊക്കെ ഇവിടെ നന്ദിനിയുടെ വീട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ പത്മ അങ്ങ് പരിഹസിച്ചുകൊണ്ട് പറയണ്, കള്ളം, അവരൊന്നും ഒരിക്കലും അവിടേക്ക് വരില്ല. വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ വീഡിയോ കോൾ ചെയ്യാം, അവരെ അപ്പോൾ കാണാമല്ലോ, അതല്ല എന്നുണ്ടെങ്കിൽ മേഡം ഇവിടേക്ക് വന്ന് നോക്ക് എന്ന് പറയുമ്പോഴൊക്കെ പത്മ ഞെട്ടിപ്പോവാണ്. അപ്പോൾ സൂര്യ പറയണ്, ഇനിയിപ്പോൾ ഏതായാലും ഓണമായിട്ട് ഇപ്പോൾ അവിടെ തനിച്ചല്ലേ, അപ്പോൾ നന്ദിനിയുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് എല്ലാവർക്കും ഒരുമിച്ച് കുറച്ച് ചോറൊക്കെ കഴിച്ചിട്ട് പോവാം, അഹങ്കാരമൊക്കെ മാറ്റിവെച്ച് ഇവിടേക്ക് വരുന്നുണ്ടെങ്കിൽ വന്നോളൂ എന്ന് പറയാനാണ് ഞാൻ വിളിച്ചത്. പിന്നെ എൻ്റെ ഭാര്യ വീട്ടുകാർ അത്രയ്ക്ക് വലിയ കൊമ്പത്തെ ആളുകളൊന്നുമല്ല, പക്ഷേ അവർക്ക് ഓണമുണ്ട്, വരുന്നുണ്ടെങ്കിൽ വാ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ഞാൻ അവിടേക്ക് വരില്ല, എന്നെ തോൽപ്പിച്ച് ആരൊക്കെ അവിടെ കൂടിയാലും ഈ പത്മയെ പ്രതീക്ഷിക്കേണ്ട, ഈ പത്മ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തീരുമാനിച്ചതാണ്, ഞാൻ അവിടേക്ക് വരില്ല എന്ന് പറയുമ്പോൾ സൂര്യ പറയണ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, എന്നാൽ ശരി, ഹാപ്പി ഓണം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. അപ്പോൾ പത്മയ്ക്ക് ദേഷ്യം പിടിച്ച് അവിടെ ഇരിക്കുന്ന ഗുളിക പാത്രം എടുത്ത് വലിച്ചെറിയുകയാണ് കേട്ടോ. എന്നിട്ട് സൂര്യയുടെ അടുത്തേക്ക് നന്ദിനി വരികയാണ്. അല്ല, എന്താ സാർ ഇവിടെ തനിച്ച് നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു പ്രധാനപ്പെട്ട കോളിലായിരുന്നു, ആർക്കാണ് വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ അമ്മയ്ക്ക്, പത്മ മേഡത്തിന് ഇവിടെ വേദയും ഇന്ദ്രജയും വിജയനും ഒക്കെ വന്ന കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് എന്ന് പറയുമ്പോൾ, അപ്പോൾ ഓണമായിട്ട് ഇപ്പോൾ അവിടെ മേഡം തനിച്ചാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഇവിടേക്ക് വരാമല്ലോ, വരാതിരിക്കുന്നത് നമ്മുടെ ആരുടെയും പ്രശ്നം കൊണ്ടല്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട സാർ, ഓണമായിട്ട് മേഡം പട്ടിണി കിടക്കുന്നത് ശരിയല്ല, നമുക്ക് എല്ലാ ഭക്ഷണവും എടുത്ത് മേഡത്തിൻ്റെ അടുത്തേക്ക് പോവാം, എന്നിട്ട് മേഡത്തിന് വിളമ്പിക്കൊടുത്ത ശേഷം നമുക്ക് തിരിച്ച് ഇവിടേക്ക് തന്നെ വരാം. എൻ്റെ നന്ദിനി, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇവിടുന്ന് സദ്യ കൊണ്ടു കൊടുത്താൽ അമ്മ കഴിക്കുമെന്നാണോ നിന്റെ വിചാരം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവിടേക്ക് യതീന്ദ്രൻ വരികയാണ്. അപ്പോൾ യതീന്ദ്രൻ പറയണ, നന്ദിനി പറഞ്ഞതാണ് ശരി, ഇത്ര തന്നെ വാശി കാണിച്ചാലും ഇന്നത്തെ ദിവസം അയാൾ ഒറ്റപ്പെടാൻ പാടില്ല, നന്ദിനി നീ സാധനങ്ങളൊക്കെ എടുക്ക്, അച്ഛൻ വരാൻ നിന്റെ കൂടെ എന്ന് പറയുമ്പോൾ അത് വേണ്ട, നന്ദിനി അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നന്ദിനിയോടൊപ്പം ഞാൻ തന്നെ വരാം, പത്മ മേഡം ഇവിടുത്തെ ഓണസദ്യ കഴിക്കുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് നേരിട്ട് കാണണം, പിന്നെ അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഓണമായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ശ്രദ്ധിച്ചോളാം, എൻ്റെ വായിൽ നിന്നും ഒരു അനാവശ്യം പോലും വരില്ല എന്നും പറഞ്ഞ് ഓണസദ്യയും എടുത്തുകൊണ്ട് സൂര്യയും നന്ദിനിയും പത്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഈ സമയം പത്മയാണെങ്കിലോ വിശന്നിട്ട് ഇങ്ങനെ വെള്ളം കുടിക്കുകയാണ്, പിന്നെ ദേഷ്യവും വരികയാണ് കേട്ടോ. ആ സമയത്താണ് സൂര്യയും നന്ദിനിയും അവിടേക്ക് വരുന്നത്. എന്നിട്ട് നന്ദിനി പറയാണ്, ഇന്ന് നല്ലൊരു ദിവസമായിട്ട് വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, ഇപ്പോൾ ഈ കൊണ്ടുവന്ന ഓണസദ്യ പത്മ മേഡം എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടെങ്കിലും സൂര്യ സാർ ഒന്നും മിണ്ടരുത് എന്ന് പറയുമ്പോൾ, ഇല്ല, ഞാനായിട്ട് ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല, ഞാനായിട്ട് ഒന്നും പറയാനും പോകുന്നില്ല, ഞാൻ കയ്യും കെട്ടി നിന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുക കേട്ടോ. എന്നിട്ട് ഭക്ഷണം എടുത്ത് വെക്കുകയാണ്. അപ്പോൾ സൂര്യയോട് പറയാണ്, അമ്മയെ പോയിട്ട് വിളിച്ചോണ്ട് വാ എന്ന് പറയുമ്പോൾ, എനിക്കൊന്നും വയ്യ, നീ തന്നെ പോയി വിളിച്ചോ എന്ന് പറഞ്ഞ് നന്ദിനി പത്മയെ വിളിക്കാൻ വേണ്ടി അങ്ങ് ചെല്ലുക കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് നന്ദിനി, സൂര്യ സാർ ഒന്നങ്ങ് ഓടി വാ എന്ന് പറഞ്ഞ് അലറുകയാണ്. അങ്ങനെ എന്താണ് നന്ദിനി എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഒന്ന് ഓടി വാ എന്ന് പറയാണ്. അപ്പോൾ സൂര്യ പെട്ടെന്ന് എന്ത് പറ്റി എന്നുള്ള ഭാവത്തിൽ പേടിയോട് കൂടിയിട്ടാണ് കേട്ടോ നന്ദിനിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ഇനി പത്മയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് നന്ദിനി വിളിച്ച ഉടനെ തന്നെ അവിടേക്ക് സൂര്യ ചെല്ലുകയാണ്. ആ സമയത്താണ് പത്മ ബോധം കെട്ട് കിടക്കുന്നത് കാണുന്നത്. അങ്ങനെ പത്മയുടെ മുഖത്തേക്ക് വെള്ളം തെളിച്ച് വെള്ളമൊക്കെ കുടിപ്പിച്ച ശേഷമാണ് പത്മയെ ടേബിളിൻ്റെ അവിടേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് പത്മ ബോധം കെട്ട് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ നന്ദിനി കൊണ്ടുവന്ന ഭക്ഷണം പത്മയ്ക്ക് കഴിക്കേണ്ടി വരികയാണ്. അങ്ങനെ പത്മ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആ ഭക്ഷണം കഴിക്കുന്നത്. അഹങ്കാരം കാണിച്ച പത്മയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ് കിട്ടിയത്. അങ്ങനെ പത്മ നിവൃത്തിയില്ലാതെ ആ ഭക്ഷണം കഴിക്കുകയാണ്. നന്ദിനി വിളമ്പിക്കൊടുത്ത ആ ഭക്ഷണം ഇരുന്ന് കരഞ്ഞുകൊണ്ട് കഴിക്കുകയാണ്. അപ്പോൾ സൂര്യ പത്മയോട് പറയണ, അമ്മേ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് സൂര്യ കഴിപ്പിക്കുകയാണ് കേട്ടോ. പിന്നീട് സൂര്യയും നന്ദിനിയും തിരിച്ച് വീട്ടിലെത്തുകയാണ്. ആ സമയത്ത് എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി ഓണ സദ്യ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് യതീന്ദ്ര എല്ലാവർക്കും ഭക്ഷണം വാരി കൊടുക്കുകയാണ്. സൂര്യയ്ക്കും വേദയ്ക്കും ഇന്ദ്രജയ്ക്കും വിജയനും ഒക്കെ വാരി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും അവിടെ നന്ദിനിയുടെ വീട്ടിൽ ഓണം ആഘോഷിച്ച് തിരിച്ച് വീട്ടിലെത്തുന്നത്. ആ സമയത്ത് പത്മ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ പത്മ യതീന്ദ്രനോടും സൂര്യയോടും നന്ദിനിയോടും വേദയോടും ഇന്ദ്രജയോടും വിജയനോടും കൂടി ചേർന്ന് പറയാണ്, നിങ്ങൾക്കെല്ലാവർക്കും നല്ലതുപോലെ ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞു, പക്ഷേ ഞാൻ മാത്രമാണ് ഒറ്റപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞ് വിഷമത്തോട് കൂടിയിട്ടാണ് പത്മ
അവരോട് സംസാരിക്കുന്നത്. എന്നിട്ട് പറയണേ, എന്നാലും ഈ പത്മ തോറ്റു തരില്ല, നിങ്ങൾ ആര് തന്നെ എന്നെ ഒറ്റപ്പെടുത്താൻ നോക്കിയാലും ഈ പത്മ ഒറ്റപ്പെടില്ല എന്നൊക്കെ പറഞ്ഞ് പത്മയുടെ ഉള്ളിലെ വിഷമം അങ്ങ് പറയുകയാണ്.